ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ അധികം പ്രചാരത്തിലില്ലാത്ത ഒന്നാണ് പാവ് ഭാജി. ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തായിരുന്നത് കൊണ്ട് അവിടെയൊക്കെയുള്ള ഭക്ഷണങ്ങളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. എൻ്റെ മക്കൾക്കാണെങ്കിലും പാവ് ഭാജി ഭയങ്കര ഇഷ്ടമാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ വേണ്ടി വരും. പൊട്ടറ്റോ, കോളിഫ്ലവർ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ചേർക്കുന്നത് ഈ ഭാജിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഈ പാവ് ഭാജി ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് മുംബൈയിലാണ്. മുംബൈ സ്ട്രീറ്റ് ഫുഡാണ് പാവ് ഭാജി. ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു ഡിഷ് ആയതിനാൽ ആൾക്കാർ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി കുക്കർ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചക്കറി ഓരോന്നായിട്ട് ചേർക്കാം. ഭാജി എന്ന് പറഞ്ഞാൽ കറിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് ഈ പാവിനോടൊപ്പം മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, പൂരി എന്തിനോടൊപ്പവും കഴിക്കാൻ നല്ലതാണ്. ഈ പച്ചക്കറികൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പാവ് ഭാജി മസാലയും കൂടി ചേർത്തൊന്ന് വഴറ്റാം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ തിളച്ച വെള്ളം ഒഴിക്കാം. പച്ചക്കറിയുടെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കണം. കുക്കർ അടച്ച് 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കാം. ആ സമയത്ത് മസാലയ്ക്ക് വേണ്ടി 4-5 വെളുത്തുള്ളി അല്ലിയും ഒരു വലിയ സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചോപ്പറിൽ പൊടിച്ചെടുക്കാം. 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാം. 1 ക്യാപ്സിക്കവും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ക്യാപ്സിക്കം ഏത് കളറിലുള്ളതായാലും കുഴപ്പമില്ല. കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ആക്ച്വലി മല്ലിയിലയല്ല, ഇത് പാഴ്സ്ലി ഇലയാണ്. ഇവിടെ മല്ലിയില കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതുകൊണ്ട് പാഴ്സ്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് പരന്ന പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ്. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കാം. ഇങ്ങനെയുള്ള കറികളിലൊക്കെ ബട്ടറൊക്കെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. 1/2 ടീസ്പൂൺ ജീരകം ഒന്ന് പൊട്ടുമ്പോൾ നേരത്തെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിൽ ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോയും ഒന്ന് വാടിയ ശേഷം ക്യാപ്സിക്കം ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർക്കുമ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കുറച്ചുകൂടി ഇറങ്ങി പെട്ടെന്ന് തന്നെ കറി വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇനി മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ പാവ് ഭാജി മസാല, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി കയ്യിലൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികൾ ചേർക്കാം. ബീറ്റ്റൂട്ട് ചേർത്തതുകൊണ്ട് ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടും. ശരിക്കും റെസ്റ്റോറൻറ്റുകളിലും സ്ട്രീറ്റുകളിലുമൊക്കെ കിട്ടുന്ന അതേ കറിയുടെ കളറാണ്. അവരത് എക്സ്ട്രാ കളറാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ നോക്കി എത്ര ഹെൽത്തി ആയിട്ടാണ് ഇത്ര കളർഫുള്ളായിട്ടുള്ള ഒരു കറി റെഡിയാക്കിയത്. ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ഏത് പലഹാരത്തിനോടൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇത് കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ. കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായി പോകും. പൊട്ടറ്റോയൊക്കെ ചേർത്തതല്ലേ, അതും നല്ലതുപോലെ ഇതിൽ മിക്സ് ചെയ്ത് ഉടച്ച് ചേർത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാകും. അപ്പോൾ കുറച്ച് നല്ല തിളച്ച വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം. ഇനി നമുക്ക് പാവ് ചൂടാക്കിയെടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ബണ്ണ് കിട്ടുമല്ലോ, അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വലിയ ബർഗർ ബണ്ണാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഞാൻ ചൂടാക്കിയെടുക്കുന്നത്. ഇത് എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം മൈദ തന്നെയാണ്, പക്ഷേ ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് മധുരമില്ലാത്ത ബർഗർ ബണ്ണാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മധുരമുള്ള ബണ്ണായാലും നല്ലത് തന്നെയാണ്. ഇതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട്
ബട്ടറിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരല്പം പാവ് ഭാജി മസാല കൂടി ഇടുന്നുണ്ട്. ഇതിലൊരല്പം മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയാണ്. ഇത് ഇനി ചെറിയ ചൂടിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ എത്രത്തോളം ബട്ടർ ചേർക്കും അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ബട്ടർ ചേർത്ത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾ കഴിക്കുകയും ചെയ്യും. എന്ന് നമ്മൾ ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ബോർ തോന്നില്ല. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആവും. അവരിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കി പഠിക്കുകയും ചെയ്യും. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് ഈ ഒരു പാവ് ഭാജി റെഡിയാക്കിയതെന്ന് കേട്ടല്ലോ. അപ്പോൾ ഈ ബണ്ണ് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ്. ഈ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇതൊരു 10 മിനിറ്റ് സമയം മതി കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പച്ചക്കറി എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ അല്ലാത്ത ഫുഡായതുകൊണ്ട് മാളുകളിലൊക്കെ ചെന്നാലും ഇതിന് വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാൻ നോക്കുക, നല്ല ചൂടോടെ. ഇതിൻ്റെ പുറത്ത് കുറച്ച് ബട്ടറും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാനൊന്ന് കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.